ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈ ഉപവാസത്തെക്കുറിച്ചുള്ളൊരു തർക്കമാണ്. തർക്കം ഇതാണ്: സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് പറയും, എന്തിനാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? അന്നത്തെ നിയമം അനുസരിച്ച് ആണ്ടിലൊരിക്കൽ ഉപവസിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചില്ല എന്ന കാരണം കൊണ്ടാണ് അവർ ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? ചോദ്യം വളരെ വ്യക്തമാണ്. പക്ഷേ യേശു വളരെ പിൻ പോയിൻ്റായിട്ടൊരു ഉത്തരം അതിന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാവില്ല. പക്ഷേ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. യേശു പറഞ്ഞതുപോലെ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. ഏതാണത്? അതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. തപസ് കാലഘട്ടം, നമ്മുടെ കർത്താവ് പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അനുസ്മരണത്തിൻ്റെ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും. അതുകൊണ്ട് നമ്മൾ ഉപവസിക്കേണ്ട നാളുകളാണ് ഈ തപസ് കാലഘട്ടം. മണവാളൻ നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ട ആ ഓർമ്മയുടെ നാളുകൾ. ആ ഓർമ്മയുടെ നാളുകൾ ആണ്ടിലൊരിക്കലെ കുമ്പസാരമാണ്. ഈ കുമ്പസാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഭ നിർദ്ദേശിക്കുന്ന നാളുകളാണ്. പ്രിയമുള്ളവരെ, ആവർത്തിച്ച് സുവിശേഷങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഉപവാസത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ഈ ഒരു 40 നാളുകൾ ശരീരത്തിനെ കുറച്ചും കൂടി ബലപ്പെടുത്താൻ, ദൈവവുമായി കൂടുതൽ അടുത്തിരിക്കാൻ ചില ഉപവാസങ്ങളുടെ അത്യാവശ്യം നമുക്കുണ്ട്.